നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. നിർത്താതെ തകർത്തു പെയ്ത മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് ജിദ്ദയിലുണ്ടായത്. വലിയ പ്രളയത്തിനിടയാക്കി കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ പെയ്തൊഴിഞ്ഞത് 13 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ മഴയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വീണ്ടും സൗദിയിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി വാർത്ത പുറത്തുവരികയാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് പ്രത്യേക പ്രസ്താവന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കും. ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹുസൈൻ അൽ ഖഹ്താനി പറഞ്ഞു. കാലാവസ്ഥ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിവരങ്ങൾ പിന്തുടരണമെന്നും മുഴുവൻ സമയവും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമായും 6 മേഖലകളിലായിരിക്കും ശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത്. മക്ക, മദീന, തബൂക്ക് എന്നിവിടങ്ങളിലും ഈ മേഖലയിലെ തീരപ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി പറഞ്ഞത്. ഇതിനു പുറമെ ഹായിൽ, അൽ ജൗഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മഴ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്ന് ജിദ്ദ നഗരസഭ അറിയിച്ചു. ദുരിതബാധിതർ നാശനഷ്ടങ്ങൾ കണക്കാക്കാനും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ സെന്ററിൽ അപേക്ഷ സമർപ്പിക്കണം. 2009 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സ്വീകരിച്ച നടപടികൾക്ക് സമാനമായി നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള പരിഹാരം നൽകുമെന്ന് ജിദ്ദ നഗര സുരക്ഷാ വക്താവ് മുഹമ്മദ് ഉബൈദ് അൽ ബുക്മി അറിയിച്ചു. റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നീക്കം ചെയ്യലും ശുചീകരണ പ്രവർത്തനങ്ങളും മരങ്ങൾ നീക്കം ചെയ്യലും മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ തുടരുകയാണ്. 2009 മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിന് ശേഷം ജിദ്ദയിലെ വിവിധ മലയോര പ്രദേശങ്ങളിൽ കെട്ടിയുണ്ടാക്കിയ തടയണയാണ്. ഈ തടയണകൾ ജിദ്ദ നഗരത്തിലേക്കുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തി. 2009 ശേഷം ജിദ്ദയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മഴയാണ് വ്യാഴാഴ്ച അനുഭവപ്പെട്ടതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി പറഞ്ഞു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് മഴ നീണ്ടുനിന്നത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് മഴ ഏറ്റവും ഉയർന്ന അളവിൽ രേഖപ്പെടുത്തിയത്. നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നതനുസരിച്ച് ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത് ഗവർണറേറ്റിന്റെ തെക്ക് ഭാഗത്താണ്. അത് 179.7 മില്ലിമീറ്റർ ആണെന്ന് നിരീക്ഷണ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. 2009 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മഴയാണിത്. എന്തായാലും അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രവാസികൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.